മുരുക. എല്ലാവരും ജീവനോടുകൂടി തന്നെ ഉണ്ട്. ഏത് നിമിഷവും പിരിയാവുന്നതാണ്. കണ്ടില്ലേ, അങ്കമാലിയിലെങ്ങാണ്ട് ഒരു വീട്ടിൽ ഉറങ്ങിക്കിടന്ന ഭാര്യയും ഭർത്താവും 4 കുട്ടികളും നല്ല സൗകര്യമുള്ള വീട്ടിൽ വെന്തുപോയി, തീ പിടിച്ചു. ബാക്കി ഒരു മുറിയും കത്തിയില്ല, ആ മുറി മാത്രം കത്തി. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. എന്തായാലും 4 പേരും ക്ലോസ്ഡ്. സമയം, കൃത്യസമയം. അതുപോലെ നമ്മളും എവിടെ ആയിരുന്നാലും, ഈ പറയുന്ന സ്വാമിയായാലും എവിടെ ആയിരുന്നാലും, ആ കൃത്യസമയമാകുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞിരിക്കും. പിരിയുന്നതിന് മുൻപ് നാം അറിയേണ്ടതിനെ അറിഞ്ഞ് ആ അറിവിൽ നമ്മുടെ ശ്രദ്ധ ഉറപ്പിച്ചിരിക്കണം. ആ ഉറപ്പിച്ച നിലയിൽ നമ്മൾ ഏതവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞാലും പിന്നെ പുനർജന്മമില്ല. ഇല്ലെങ്കിൽ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം മുഴുവനും ഇതപര്യന്തം ഏതെല്ലാം ജന്മങ്ങളിൽ മനുഷ്യ ശരീരത്തിൽ വെച്ച് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ എല്ലാം അനുഭവിക്കേണ്ടതായിട്ടുള്ള ഫലങ്ങൾ സഞ്ചിത രൂപത്തിൽ നമ്മിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാം അനുഭവിച്ചു തന്നെ തീർക്കണം. അതിനുവേണ്ടി ഓരോരോ ശരീരങ്ങളിൽ പട്ടിയായിട്ടും പൂച്ചയായിട്ടും കൃമിയായിട്ടും കീടമായിട്ടും ഒക്കെ വരുന്നത് ആ മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഓരോ ശരീരങ്ങളിൽ കൂടിയും ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളിൽ കൂടി ജനിച്ചും മരിച്ചും നടക്കേണ്ടി വരുന്നത്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇടണമെങ്കിൽ ഇനി അനുഭവിക്കാൻ കോടാനുകോടി കർമ്മങ്ങളുടെ ഫലങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ആ സഞ്ചിത കർമ്മ ഭാണ്ഡം ദഹിപ്പിച്ച് കളയണമെങ്കിൽ ജ്ഞാനാഗ്നി, ആ ജ്ഞാനാഗ്നി, ജ്ഞാനമാകുന്ന അഗ്നി നിങ്ങളിൽ ഉണരണം, ദഹിപ്പിക്കണം. എന്താ ജ്ഞാനം? നിസ്സാരം. ജ്ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ജ്ഞാനല്ല, പിന്നെയോ നാമരൂപരഹിതമായ ആ സാക്ഷി ചൈതന്യം, എന്നിലെ താൻ, എന്നിലെ ഞാനാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്നത്. ആ ഞാനിനും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് തിരിച്ചറിഞ്ഞ് ആ തിരിച്ചറിവിൽ തന്നെ തൻ്റെ ശ്രദ്ധയെ സദാ നിലനിർത്തണം. സദാ നിലനിർത്തുന്നത് എങ്ങനെയാണ്? നിരന്തര വിചാരത്തിലൂടെ അത് സ്വാഭാവികമായിട്ടും ഉറപ്പ് നേടണം. ഈട്ടുതടിയുടെ അകത്തിരിക്കുന്ന കറുപ്പ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് വളർച്ചയ്ക്കനുസരിച്ച് ആ കറുപ്പ് അതിൽ ഉണ്ടാകുന്നു. അതുപോലെ നിരന്തര വിചാരത്തിലൂടെ ആ ഉറപ്പ് നമ്മിൽ സ്വാഭാവികമായി തീരണം. അത് മനുഷ്യ ശരീരത്തിൽ വെച്ച് മാത്രമേ നേടാൻ കഴിയൂ. ഒരിക്കലൊരു രാജാവ് തൻ്റെ സദസ്സിലെ പണ്ഡിതന്മാരോട് പറഞ്ഞു, ആ ബ്രഹ്മം അല്ലെങ്കിൽ ആ സത്യം സമുദ്രത്തിൽ ഏതു പ്രകാരമാണോ ഉപ്പ് ലയിച്ചിരിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തിൽ സർവത്തിലും നിറഞ്ഞിരിക്കുന്നു, വ്യാപിച്ചിരിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. രാജാവ് പണ്ഡിതന്മാരെ നോക്കി പറഞ്ഞു. എന്നിട്ട് പണ്ഡിതന്മാരോട് പറഞ്ഞു, ആ ബ്രഹ്മത്തെ നിങ്ങൾ ഏതിൽ നിന്നെങ്കിലും എനിക്ക് എടുത്ത് കാണിച്ചു തരൂ എന്ന് രാജാവ് സദസ്യരോട് ആവശ്യപ്പെട്ടു. സദസ്യരെവിടുന്നാണ് കാണിച്ചു കൊടുക്കുന്നത്?
എല്ലാവരും പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ 4 വേദങ്ങളും അഭ്യസിച്ചിട്ടുള്ള പണ്ഡിതന്മാർ. എങ്കിലും ബ്രഹ്മതത്വം ന ജാനാതി, അറിയുന്നില്ലെങ്കിൽ, ആ ബ്രഹ്മതത്വത്തെ അറിയാത്തവരാണെങ്കിൽ 4 വേദങ്ങളും 24 മണിക്കൂറും ജപിച്ചുകൊണ്ടും വായിച്ചുകൊണ്ടും നടക്കുന്ന ആളാണെങ്കിലും അവർ ബ്രാഹ്മണ ഗർദ്ധഭ, കഴുതകളാണ്. തത്വമറിയാത്തവരാണെങ്കിൽ, എന്താ തത്വം? തത്വമസി, അത് നീയാകുന്നു. ഏതൊന്നാണോ അറിയേണ്ടതായിട്ടുള്ളത് അത് നീ തന്നെയാകുന്നു എന്നുള്ള ആ തത്വം തത്വമസി സാമവേദത്തിലെ ഛാന്ദോഗ്യോപനിഷത്തിലെ മഹാവാക്യം. അത് തത്വമസി എന്നുള്ളത് കാണാതെ പഠിച്ചത് കൊണ്ടായില്ല, അത് തന്നിൽ കണ്ടെത്തണം, തന്നിൽ കാണാതെ കാണണം. ആ സാക്ഷി ചൈതന്യത്തെ നിങ്ങളുടെ ഉള്ളിൽ കാണാതെ കാണണം. നിങ്ങളിലെ ഞാനിനെയും നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഞാനിനന്യമായിട്ടുള്ള ആ സാക്ഷി ചൈതന്യം, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, എല്ലാ ജന്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ഈ ജന്മത്തിൽ മാത്രമല്ല സർവ്വജന്മങ്ങൾക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, അതിനെ തൻ്റെ ഉള്ളിൽ കാണാതെ കാണണം, സദാ കാണാതെ കാണണം, സദാ വിചാരം ചെയ്യണം. ഞാനതാണ്, ആഹ സഹ അഹം സോഹം 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 ശിവോഹം ശിവോഹം ശിവോഹം. നമ്മളൊക്കെ എവിടാ നടക്കുന്നത്? ഇല്ലേ? തീർത്ഥേ ദാനേ ജപേ യജ്ഞേ കാഷ്ടേ പാഷാണകേ ശിവം പശ്യന്തി മൂഢാത്മാ ശിവേ ദേഹേ പ്രതിഷ്ഠിതേ. എവിടാ ശിവനിരിക്കുന്നത്? ദേഹേ, നിങ്ങളുടെ ദേഹത്തിൽ. എങ്ങനെ ഇരിക്കുന്നു? സാക്ഷിയായിട്ടിരിക്കുന്നു. എങ്ങനെ സാക്ഷിയായിരിക്കുന്നു? ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ടിരിക്കുന്ന ആ ചൈതന്യം. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നിങ്ങളിൽ ഉറങ്ങാതെ ഉണർവോടുകൂടിയിരിക്കുന്ന ആ ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അവനെ അത്ര ബഹുമാനം കൊടുത്താണ് നമ്മൾ താൻ എന്ന് പറയുന്നത്, എന്നിലെ താൻ. മറ്റത് എന്നിലെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ്, പ്രതിബിംബം. എന്നിലെ ഞാൻ പ്രതിബിംബം. പക്ഷേ അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ധരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാനിന് വേണ്ടി പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആ അഹങ്കാരം. അപ്പോൾ രാജാവ് പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ എനിക്ക് എവിടുന്നെങ്കിലും കാണിച്ചു തരണം. ആ മരത്തിൽ നിന്ന് കാണിച്ചു തരണം ബ്രഹ്മത്തെ, നിങ്ങളിൽ നിന്ന് കാണിച്ചു തരണം ബ്രഹ്മത്തെ, എന്നിൽ നിന്ന് കാണിച്ചു തരണം ബ്രഹ്മത്തെ. എവിടുന്നെങ്കിലും നിങ്ങൾ ആ ബ്രഹ്മത്തിൻ്റെ ഒരു കീറ്റെങ്കിലും എനിക്ക് കാണിച്ചു തരണം എന്ന് രാജാവ് ആവശ്യപ്പെട്ടപ്പോൾ അവിടുത്തെ പണ്ഡിതന്മാർക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. വൈകുന്നേരം വരെ അവർ പലതുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം സഭ പിരിയാൻ നേരമായപ്പോൾ രാജാവ് പറഞ്ഞു, നാളെ അതിനുത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. പണ്ഡിതന്മാരോട് പറഞ്ഞു. പിറ്റേന്ന് സഭ കൂടാനുള്ള സമയമായി. പണ്ഡിതന്മാരാരും വന്നില്ല. രാജാവെത്തി. ആ കാവൽക്കാരൻ രാജാവിനെ നോക്കി, രാജാവും കാവൽക്കാരനെ നോക്കി. കാവൽക്കാരൻ രാജാവിനോട് പറഞ്ഞു, പ്രഭോ, ഇതുവരെ ആരും വന്നിട്ടില്ല, ആരും വരുമെന്നും തോന്നുന്നില്ല. കാരണം അവർക്കതിനുത്തരം പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ ഇന്നലെ പറഞ്ഞേനെ. ഇന്നലെ അവർ എവിടെ പോയി അതിനുത്തരം കൊണ്ടുവരാനാണ്? ആ ബ്രഹ്മത്തെ എവിടുന്ന് കൊണ്ടുവരാനാണ്? എവിടെയെങ്കിലും പണിഞ്ഞു വച്ചിരിക്കുന്നതാണോ? അവരുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നു എന്ന് അവരറിഞ്ഞിട്ടില്ല. ബ്രഹ്മതത്വം ന ജാനാതി. അപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു, ഞാൻ അതിനുത്തരം പറഞ്ഞു തരട്ടെ എന്ന് കാവൽക്കാരൻ രാജാവിനോട് ചോദിച്ചപ്പോൾ, ശുംഭ, നീ നിലമറന്ന് സംസാരിക്കുന്നു. രാജാവിനോട് കാവൽക്കാരൻ പണ്ഡിതന്മാർക്ക് പറയാനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്കറിയാൻ കഴിയുമായിരുന്നെങ്കിൽ അവരിന്നലെ പറഞ്ഞു തരുമായിരുന്നല്ലോ രാജാവേ. അവർക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞു തരാം എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ രാജാവ്
അവനെ ഒന്ന് നോക്കി. ഞാൻ പറഞ്ഞു തരാം എന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ രാജാവ് എന്നാൽ ആകട്ടെ പറയൂ എന്ന് പറഞ്ഞു. കാവൽക്കാരൻ രാജാവിൻ്റെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, ഇറങ്ങു താഴെ. സിംഹാസനത്തിൽ നിന്ന് താഴോട്ടിറങ്ങാൻ പറഞ്ഞു. എന്താ നീ പറയുന്നത്? ഇറങ്ങു താഴെ. ഉത്തരം വേണമെന്നല്ലേ ആവശ്യപ്പെട്ടിരിക്കുന്നത്? ചുമ്മാ ഉത്തരം കിട്ടുകയില്ല. രാജാവെന്നുള്ള അഹംഭാവത്തോടു കൂടി തല നിവർത്തിയിരുന്നാൽ, അഹങ്കാരത്തോടു കൂടി നിന്നാൽ നിനക്ക് ഉത്തരം കിട്ടുകയില്ല. നിനക്ക് ഉത്തരം ആവശ്യമുണ്ടെങ്കിൽ ഇറങ്ങു താഴെ. ആ ശബ്ദത്തിൽ രാജാവ് അറിയാതെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. സാഷ്ടാംഗ നമസ്കാരം ചെയ്യാൻ പറഞ്ഞു. രാജാവ് ഇറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ കാവൽക്കാരൻ നേരെ സിംഹാസനത്തിൽ കയറിയിരുന്നു. സിംഹാസനത്തിൽ കയറിയിരുന്നപ്പോൾ രാജാവ് താഴെയും കാവൽക്കാരൻ സിംഹാസനത്തിലുമായി. രാജാവ് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോൾ കാവൽക്കാരൻ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, സാഷ്ടാംഗ പ്രണാമം ചെയ്യൂ. രാജാവിനൊന്നും പറയാൻ കഴിഞ്ഞില്ല. രാജാവ് കാവൽക്കാരൻ്റെ പാദങ്ങളിൽ തല താഴ്ത്തി, തല തൊട്ട് നമസ്കരിക്കാൻ തുടങ്ങി. അങ്ങനെ തല താഴ്ത്തിയിരുന്നു. 2 മിനിറ്റായി, 3 മിനിറ്റായി, 5 മിനിറ്റായി. കുറേ നേരം കഴിഞ്ഞപ്പോൾ കാവൽക്കാരൻ രാജാവിൻ്റെ ശിരസിൽ കൈവച്ചിട്ട് പറഞ്ഞു, എഴുന്നേക്കൂ. എഴുന്നേക്കൂ എന്ന് പറഞ്ഞപ്പോൾ രാജാവ് അങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് പറഞ്ഞു, എന്തിനാ ഇത്ര ധൃതി കാണിക്കുന്നത്? ഞാൻ കുറേ നേരം കൂടെ ഇങ്ങനെ തല താഴ്ത്തിയിരിക്കട്ടെ, എൻ്റെ തല കുറേ നേരം കൂടി താഴ്ന്നിരിക്കട്ടെ എന്ന് രാജാവ് പറഞ്ഞു. ആ ഇരിപ്പിൽ അരമണിക്കൂർ കഴിഞ്ഞു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും രാജാവ് തല പൊക്കിയില്ല. ഒടുവിൽ രാജാവിനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, ഉത്തരം വേണ്ടേ? വേണ്ട. എന്താ? എനിക്ക് ഉത്തരം കിട്ടി. ഞാൻ ഇതുവരെ ആ അഹങ്കാരത്തോടു കൂടി, ഞാനെന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണ് ജീവിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ കാവൽക്കാരൻ്റെ മുമ്പിൽ ഞാൻ വണങ്ങിയപ്പോൾ എനിക്ക് ആ ഉത്തരം കിട്ടി. എന്നിലെ ഞാൻ അപ്രത്യക്ഷമായി. അപ്പോൾ കാവൽക്കാരൻ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം അങ്ങേ നമസ്കരിക്കുന്നവരാണ്. പക്ഷേ അങ്ങ് എന്നാണോ അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നത് അന്നു മാത്രമേ അങ്ങയ്ക്ക് ഉത്തരം കിട്ടൂ. ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം അങ്ങയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നവരാണ്. അവർക്കെങ്ങനെ ഉത്തരം പറയാൻ കഴിയും? ഇവിടെ ഇതുവരെ കാവൽക്കാരൻ്റെ മുമ്പിൽ രാജാവ് വണങ്ങിയിട്ടില്ല, പാദനമസ്കാരം ചെയ്തിട്ടില്ല. അതുപോലെ എന്നാണോ നിങ്ങളിൽ നിന്നും നിങ്ങളിലെ ഞാൻ ഭാവം ഒഴിയുന്നത് അന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള തന്നിലെ താൻ ഭാവത്തിലേക്ക് ഉയരാൻ കഴിയുകയുള്ളൂ. ഒഴിയാതെ ഉയരാൻ കഴിയുകയില്ല. തന്നിലെ ഞാൻ ഒഴിയണം. ഞാനെന്ന് പറയുന്നത് ഉള്ളതേ അല്ല, അസത്യം. സാക്ഷിയായിരിക്കുന്ന ആ തന്നിലെ താൻ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിരിക്കുന്ന ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം. അതാണ് ശങ്കരാചാര്യ സ്വാമികൾ 26-ാമത്തെ മന്ത്രത്തിൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. ഭൗതിക ദേഹാനാം സ്ഫൂർത്തിത സ്വാത്മയോഗത. ഈ പഞ്ചഭൂതങ്ങൾക്കും പഞ്ചഭൂതങ്ങളിലൂടെ ഉണ്ടായിരിക്കുന്ന ഭൗതിക വസ്തുക്കൾക്കുമെല്ലാം സത്യത ഉണ്ടായിരിക്കുന്നത്, അവ ഉള്ളതായിരിക്കുന്നത് ആത്മയോഗം കൊണ്ട് മാത്രം. ആ ആത്മയോഗം കൊണ്ട് മാത്രം. ആ സാക്ഷി ചൈതന്യം, ആത്മചൈതന്യം അല്ലേ? എന്താ ആത്മചൈതന്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാമല്ലോ. ആത്മാവെന്താണ്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സാക്ഷി അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ യഃ തിഷ്ഠതി സ ആത്മാ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു ആ ചൈതന്യം.
സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത. ഈ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും സ്ഥൂല ശരീരത്തിൽ നിന്നും കാരണ ശരീരത്തിൽ നിന്നും അന്യമായിട്ട് ഓരോ ശരീരത്തിലും ഉള്ളതായിട്ടുള്ള ആ വസ്തു. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത. പഞ്ചകോശങ്ങൾ എന്തെല്ലാമാണ്? അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം ഒക്കെ നമ്മുടെ ഉറകളാണ്. ശരീരത്തിനകത്ത് ഒന്നൊന്നായിട്ടിരിക്കുകയാണ് ഈ കോശങ്ങൾക്കെല്ലാം അന്യമായിട്ടുള്ള പഞ്ചകോശാതീത സാക്ഷി. സാക്ഷി, ആ സാക്ഷി ചൈതന്യം. അവസ്ഥാത്രയ സാക്ഷി. അവസ്ഥാത്രയം എന്താണ്? ജാഗ്രത അവസ്ഥ, സ്വപ്നാവസ്ഥ, സുഷുപ്തി അവസ്ഥ, ഇതെല്ലാം നിങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. ഓരോ ദിവസവും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ദാ ഇപ്പോൾ ജാഗ്രത അവസ്ഥയിൽ നിങ്ങളിരിക്കുന്നു, ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നു. ആ കേട്ടുകൊണ്ടിരിക്കുന്നതിനും സാക്ഷിയായിട്ടിരിക്കുന്ന ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലെ ഞാനിനെയും ശ്രദ്ധിച്ചുകൊണ്ട് ആ സാക്ഷിയോട് ചോദിച്ചാൽ പറയും, നീ ഇന്നലെ പ്രഭാഷണത്തിലിരുന്നെങ്കിലും നീ പ്രഭാഷണം ഒന്നും കേട്ടില്ല. സാക്ഷിയോട് ചോദിച്ചാൽ പറയും, നിൻ്റെ മനസ്സ് വീട്ടിലായിരുന്നു. നിൻ്റെ മനസ്സ് വീട്ടിലായിരുന്നു. കാരണം നിങ്ങളുടെ അച്ഛൻ രോഗിയായിട്ട് കിടക്കുകയാണ്. ഏതു സമയത്തും ശരീരം വെടിയാവുന്ന അവസ്ഥയിൽ കിടക്കുകയാണ്. മക്കളെല്ലാം സൂക്ഷിക്കുന്നു. എങ്കിലും നിങ്ങൾ ആ പ്രഭാഷണം കേൾക്കണം എന്നുള്ള അത്യാഗ്രഹത്തോടു കൂടി ഇവിടെ വന്നിരുന്ന് പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും നിങ്ങളുടെ മനസ്സ് വീട്ടിൽ തന്നെയാണ്, അച്ഛൻ്റെ ആ അവസ്ഥയിലാണ്. ജീവൻ പിരിഞ്ഞോ ഇല്ലയോ എന്നുള്ള അവസരത്തിൽ. അതുകൊണ്ട് ആ സാക്ഷിയോട് ചോദിച്ചാൽ പറയും, നിങ്ങൾ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലും നിങ്ങളിവിടെ അല്ലായിരുന്നു, നിങ്ങളുടെ മനസ്സിവിടെ അല്ലായിരുന്നു. നിങ്ങളുടെ ശരീരം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളുടെ മനസ്സ് അവിടെയായിരുന്നു. ആരാധന സാക്ഷി നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളിലെ താൻ, നിങ്ങളുടെ യഥാർത്ഥ ഞാൻ, നിങ്ങളിലെ സാക്ഷി ചൈതന്യം, അതാണ് ആത്മചൈതന്യം. അതാണ് ഇവിടെ പറയുന്നത്. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സാക്ഷി അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സത് ചിത് ആനന്ദം. സത് മൂന്ന് കാലത്തും നിലനിൽക്കുന്നത്, ചിത് ജ്ഞാനസ്വരൂപം, ആനന്ദസ്വരൂപം, സുഖസ്വരൂപം ആയിട്ടുള്ള ആ സത് ചിത് ആനന്ദസ്വരൂപം ആയിട്ടുള്ള ആ വസ്തു നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. സച്ചിദാനന്ദ സ്വരൂപ യഃ തിഷ്ഠതി. ഏതൊന്നാണോ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉള്ളതായിട്ടുള്ളത് സ ആത്മാ. അതാണ് ആത്മാവ്. അത് നിങ്ങളുടെ ഇത് ആ രാജസദസ്സിലെ പണ്ഡിതന്മാർ വാക്കുകൊണ്ട് പറയുമായിരുന്നു എങ്കിലും അവർ അതിലേക്ക് തൻ്റെ ശ്രദ്ധയെ ഉണർത്തിയിട്ടില്ല. അതാണ് താനെന്ന് വാക്കുകൊണ്ട് പറയുകയാണെങ്കിലും അത് അധരവ്യായാമം. പക്ഷേ അത് ഭാവരൂപത്തിലേക്ക് ഉണർന്നിട്ടില്ല. ഞാൻ അതാണ് എന്നുള്ള ബോധത്തിലേക്ക് അവർ ഉണർന്നിട്ടില്ല. എങ്കിൽ അവർക്ക് രാജാവിനോട് പറയാമായിരുന്നു, പക്ഷേ പറയാൻ കഴിഞ്ഞില്ല. അവരെല്ലാം ശമ്പളം പറ്റുന്ന പണ്ഡിതന്മാർ മാത്രം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഏതെല്ലാം സാഹചര്യങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരായാലും അതൊക്കെ പ്രാരബ്ധാനുസാരം വന്നു ഭവിച്ചിരിക്കുന്നത്. ഈ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഭാവത്തിലേക്ക് ഉയരുന്നതിന് നിങ്ങളുടെ പ്രാരബ്ധം ബാധകമേ അല്ല. നിങ്ങളേതവസ്ഥകളിൽ ജീവിക്കുന്നവരായാലും, ചിലർ പട്ടിണിയിലായിരിക്കും, ചിലർ കടത്തിലായിരിക്കും, ചിലർ രോഗാവസ്ഥയിലായിരിക്കും, ചിലർ മറ്റു പല പ്രശ്നങ്ങളിലും പെട്ട് ഇങ്ങനെ ഉഴന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർ ആരായാലും ശരി തന്നെ ഈ വസ്തുബോധത്തിലേക്ക് ഉണരുന്നതിന് ഈ പ്രാരബ്ധം തടസ്സമേ അല്ല ആർക്കും. നിങ്ങളേത് ജാതിയായാലും ഏത് മതമായാലും ഏത് പാർട്ടി ആയാലും അതൊക്കെ കൽപ്പിതങ്ങളാണ്. അതൊക്കെ ഉള്ളതേ അല്ല, ഉള്ളതുപോലെ കാണപ്പെടുന്നതാണ്. ഇന്നലെ വരെ ഒരു പാർട്ടി ആയിരുന്നവൻ ഇന്ന് വേറൊരു പാർട്ടി ആയിരിക്കും. അപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ? കൽപ്പനകൾ മാത്രമാണ്, അതൊന്നും സത്യമല്ല. നമ്മളിപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്, അല്ലേ? നമ്മുടെ ഭാരതത്തിലെ ഒരു മന്ത്രിസഭ
നരേന്ദ്രമോദിയുടെ മൂന്നാമത്തെ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. അതിനകത്ത് വന്നിരിക്കുന്ന 2 പാർട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം വരെ വേറെ പാർട്ടിയിലായിരുന്നു, ഇപ്പോൾ ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു. ആ വിശ്വാസം അവർ ഇവിടെ മാറ്റി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ആര് വന്നാലും പോയാലും തനിക്കതൊന്നും ബാധകമേ അല്ല എന്ന ഭാവത്തിലാണ് മൊറാർജിയുടെ നില. നരേന്ദ്രമോദിയുടെ നില. മൊറാർജി എന്ന് പറയുന്നത് മുൻപ് ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി. ആര് വന്നാലും ആര് നിന്നാലും ഭൂരിപക്ഷം എത്രയായാലും അതൊന്നും തനിക്ക് ബാധകമല്ല. താൻ ഏത് തരത്തിലാണോ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ആ തരത്തിൽ തന്നെ താൻ തുടർന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നുള്ള നിഷ്ഠയാണ് ആ മനുഷ്യനുള്ളത്. അതിലേക്ക് വേണ്ടി അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നിന്നാണ്. നരേന്ദ്രൻ ഏതു പ്രകാരമാണോ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കടലിലെ ഇക്കരെ നിന്ന് അക്കരയിലേക്ക് നീന്തിപ്പോയി ഏത് പാറയിലാണോ ഇരുന്ന് ധ്യാനം ചെയ്തത് അവിടുന്നാണ് അദ്ദേഹം അമേരിക്കൻ യാത്രയ്ക്ക് തയ്യാറെടുപ്പ് നടത്തുന്നത്. അദ്ദേഹം ലോകത്തിന് മുഴുവനും ഈ അദ്വൈതത്തെ വാരി വിതറി. നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അദ്വൈത ചിന്തയെ വാരി വിതറി. ആ ചിക്കാഗോ പ്രസംഗത്തിലൂടെ അദ്ദേഹം ഭാരതീയ ആധ്യാത്മികതയാണ് വാരി വിതറിയത്. അത് അദ്ദേഹത്തിന് കിട്ടിയത് രാമകൃഷ്ണ പരമഹംസനിലൂടെയാണ്. രാമകൃഷ്ണ പരമഹംസൻ, വിവേകാനന്ദൻ, ശാരദാദേവി ഭാര്യയായിരുന്നിട്ടും ബാല്യകാലത്ത് വിവാഹം നടത്തി ഭാര്യയായിരുന്നിട്ടും അവർ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. അവിടെ ഭവതാരിണി ക്ഷേത്രത്തിൽ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കഴിയുകയാണെന്നറിഞ്ഞ നിമിഷം ആ ശാരദാദേവി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. ഒറ്റയ്ക്ക് കാട് പിടിച്ച സ്ഥലം, കൊള്ളക്കാരുടെ കേന്ദ്രങ്ങളിൽ കൂടി ഒറ്റയ്ക്ക് നടന്നു വരുമ്പോൾ കൊള്ളക്കാർ അവരെ പിടിച്ചു. അപ്പോൾ ആ കൊള്ളക്കാരോട് ശാരദാദേവി പറഞ്ഞത്, അതിൻ്റെ തലവനോട് അച്ഛ എന്ന് വിളിച്ചാണ് പറഞ്ഞത്. അച്ഛ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ കഴിയുകയാണ്, എന്നെ അദ്ദേഹത്തിൻ്റെ അരികിൽ കൊണ്ടുവിടൂ. അവിടെ എത്തി കൊണ്ടുവിട്ടു. അവർ അദ്ദേഹത്തോട് ചോദിച്ചത്, ശാരദാദേവി വന്ന് രാമകൃഷ്ണ പരമഹംസനോട് ചോദിച്ചത്, ഞാൻ അങ്ങയെ പരിചരിച്ചുകൊണ്ട് അങ്ങയ്ക്ക് ആഹാരം വെച്ചുകൊണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിൽ ഞാൻ താമസിച്ച് അങ്ങയെ പരിചരിച്ചു കൊള്ളാം എന്ന് മാത്രമാണ് അവരാവശ്യപ്പെട്ടത്. ആ തരത്തിൽ അവർ കഴിഞ്ഞു, അവസാനം വരെ കഴിഞ്ഞു. അങ്ങനെ അവർ ശാരദാദേവിയായിട്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയെല്ലാം അണച്ചു നിർത്തി ആ പ്രസ്ഥാനത്തെ ബലപ്പെടുത്തിയത് ശാരദാദേവിയും കൂടെയാണ്. പക്ഷേ അതിൻ്റെ നട്ടെല്ല് വിവേകാനന്ദനായിരുന്നു. വിവേകാനന്ദൻ ചിക്കാഗോയിൽ നടത്തിയ പ്രസംഗത്തിന് ശേഷം അവിടെ മുഴുവനും പ്രസംഗിച്ച് കാശുണ്ടാക്കി അതുമായിട്ട് വന്ന് ഇവിടെ സ്ഥലം വാങ്ങിച്ച് ആശ്രമം കെട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ഭയങ്കരമായ ക്ഷാമം, രോഗം. അപ്പോൾ വിവേകാനന്ദൻ എന്ത് ചെയ്തു? എനിക്ക് ആശ്രമമൊന്നും കെട്ടുന്നതല്ല മുഖ്യ കാര്യം, ഇപ്പോൾ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ കഷ്ടപ്പാട് തീർക്കുക എന്ന് പറഞ്ഞ് അതിനു വേണ്ടി സ്വരൂപിച്ച പണം മുഴുവനും വാരി വിതറി ബംഗാളിൽ. അതായിരുന്നു വിവേകാനന്ദൻ. അതിനുശേഷം വീണ്ടും പോയതിനു ശേഷമാണ് അദ്ദേഹം ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഉള്ള വിവേകാനന്ദൻ ഏത് പാറയിൽ നിന്നാണോ ധ്യാനനിരതനായിരുന്നത്
ആ പാറയിലാണ് നരേന്ദ്രമോദിയും ചെന്നിരുന്ന് 45 മണിക്കൂർ ധ്യാനനിരതനായിട്ടിരുന്നതിന് ശേഷം മൂന്നാമത്തെ ഊഴത്തിനു വേണ്ടി വന്നിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ 7:15 സത്യപ്രതിജ്ഞ നടക്കും. കേവല ഭൂരിപക്ഷമില്ല. സ്വാമി BJP ആണോ? അല്ല. സ്വാമി എങ്ങനെ BJP ആവും? സ്വാമിക്കെല്ലാം ഒരുപോലെയാണ്. BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും സ്വാമിക്ക് എല്ലാം ഒരുപോലെയാണ്. സ്വാമി ഏതിലാണ് ഉറച്ചു നിൽക്കുന്നത്? തന്നിലെ താനിൽ, ആത്മസത്യത്തിൽ. എന്താ ആത്മചൈതന്യം? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ സൻ യഹ് തിഷ്ഠതി സ ആത്മ. ഹിന്ദുവിൻ്റെ ശരീരത്തിലും ക്രിസ്ത്യാനിയുടെ ശരീരത്തിലും കോൺഗ്രസ്സുകാരൻ്റെ ശരീരത്തിലും കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ശരീരത്തിലും മുസ്ലിം ലീഗുകാരൻ്റെ ശരീരത്തിലും എല്ലാം ഇരിക്കുന്ന ആ ആത്മസത്യത്തെ തിരിച്ചറിഞ്ഞ് ആ ആത്മാവിൽ വാഴുന്ന ഒരു സ്വാമി എങ്ങനെ BJP കാരനാകും? അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആകുന്നവരുണ്ടായിരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം മറ്റേ സ്വാമിയല്ലേ ഇങ്ങനല്ലേ, അങ്ങനെയൊന്നും. അതൊക്കെ ഓരോരുത്തരുടെയും കാര്യങ്ങളാണ്. ഈ സ്വാമി ആ ആത്മചൈതന്യത്തെയാണ് കാണുന്നത്. ആ ആത്മചൈതന്യമാണ് ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനിലും വിദേശിയിലും സ്വദേശിയിലും ആഫ്രിക്കക്കാരനിലും അമേരിക്കക്കാരനിലും പട്ടിയിലും പൂച്ചയിലും ഒക്കെ കാണുന്നത് ആ ഏകമായ ചൈതന്യം. ഏകോ ദേവഃ സർവഭൂതേഷു ഗൂഢഃ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷഃ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച. അത് എവിടെയാണ് കണ്ടെത്തേണ്ടത്? നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്നു. എന്താ സ്വാമി തെളിവ്? സ്വന്തം ശരീരത്തിൽ തൊട്ടു നോക്ക്. നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ചൂട് ആ വസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് കൊണ്ടാണ്. ആ സത്തായ വസ്തു നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പിരിഞ്ഞാൽ, സത്ത് പോയാൽ, ആ ശിവം പോയാൽ പിന്നെന്താ? ശവം. അതുകൊണ്ട് അത് അറിഞ്ഞാലേ, എനിക്ക് ഉദാഹരണം കിട്ടിയാലേ ഞാൻ അതിൽ വിശ്വസിക്കൂ എന്ന് പറഞ്ഞാൽ, പക്ഷേ ഉദാഹരണം നിങ്ങളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. തൊട്ടു നോക്കിയാൽ അനുഭവിക്കാൻ കഴിയുന്ന ചൂട് അതിന് തെളിവാണ്. ശവത്തിൽ തൊട്ടു നോക്കിയാൽ ആ തെളിവില്ല. എന്ത് പോയി? സത്തുപോയി, ചത്തുപോയി. ശവം പോയതെന്താ? ശിവം. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ശിവം ഇരിക്കുന്നു. ഏത് നിമിഷവും പിരിയാം, ഏത് നിമിഷവും പിരിയാം. നോക്കൂ, ഇന്നലെ ഉറങ്ങിക്കിടന്ന ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ പൊരിഞ്ഞുപോയി. ഭാര്യയും ഭർത്താവും കട്ടിലിൽ ഇങ്ങനെ കരിഞ്ഞു കിടക്കുന്നു. 2 മക്കളും വാതിലിൻ്റെ സമീപത്ത് കരിഞ്ഞു കിടക്കുന്നു. എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്. അവരുടെ അമ്മയൊക്കെ താഴത്തെ മുറിയിൽ കിടക്കുകയാണ്. ഒരുത്തരും അറിഞ്ഞില്ല. അപ്പോൾ ഏതു നിമിഷവും നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ ജീവൻ പിരിയാം. എന്താ കാരണം? ആ പിരിയേണ്ട സമയമാകുമ്പോൾ കൃത്യമായിട്ടും പിരിഞ്ഞിരിക്കും. നടന്നു പോകുന്ന അവസരത്തിലായിരിക്കും പെട്ടെന്ന് മിന്നലേൽക്കുന്നത്, തീർന്നു. കാക്ക പറന്നു പോകുന്ന അവസരത്തിലാണ് വൈദ്യുതി കമ്പിയിൽ തട്ടിയിട്ട് പടപടാ ഉരുള് താഴെ വീഴുന്നത്. അതുപോലെ നമ്മുടെയും ശരീരത്തിനകത്തിരിക്കുന്ന ജീവൻ ഏത് നിമിഷത്തിലും പിരിയാം. പ്രിയമുള്ളവരെ, ഇതറിയാതെ അതിലുറപ്പ് നേടാതെയാണ് പിരിയുന്നത് എങ്കിൽ എന്താ അവസ്ഥ? ബൗ ബൗ വഴിയിലൊക്കെ നിന്ന് കുരച്ചുകൊണ്ട് നിൽക്കും. ഏതെങ്കിലും ശരീരത്തിൽ പട്ടിയായിട്ടോ പൂച്ചയായിട്ടോ. എന്തിനാണ് ആ ശരീരങ്ങളിലൊക്കെ ചെല്ലുന്നത്? എന്തിനാണ്?
മനുഷ്യ ശരീരത്തിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലങ്ങൾ ഓരോരോ ശരീരങ്ങളിൽ കൂടി ജീവിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ അവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ശരീരത്തിൽ നിന്ന് പിരിയുന്നതിന് മുൻപ് ഓരോരുത്തരുടെയും ശ്രദ്ധ തന്നിലെ ഞാനിൽ നിന്ന് പിരിച്ച് തന്നിലെ താനിലേക്ക് മാറ്റി അതിൽ ഉറപ്പിക്കണം. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. അല്ലാതെ കാഷായ വസ്ത്രം ഇട്ടുകൊണ്ട് ചാമിയാണെന്നും പറഞ്ഞ് നടന്നാലൊന്നും കിട്ടില്ല. അവരുടെ കാര്യമൊക്കെ ഏതുപോലെ മറ്റേ രാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെ പോലെ. ചതുർവേദ്യപി ബ്രഹ്മതത്വം ന ജാനാതി. ചതുർവേദി 4 വേദങ്ങളും പഠിച്ചിട്ടുണ്ടെങ്കിലും ബ്രഹ്മതത്വം ന ജാനാതി, അറിയുന്നില്ലെങ്കിൽ ആ ബ്രഹ്മതത്വം എന്താ? ബ്രഹ്മതത്വം ഞാനെന്ന് പറയുന്നത് ഈ നാമരൂപധാരിയായ ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ഈ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ ഏതൊരു ചൈതന്യമാണോ ജാഗ്രത അവസ്ഥയ്ക്കും സ്വപ്നാവസ്ഥയ്ക്കും സുഷുപ്തി അവസ്ഥയ്ക്കും സാക്ഷിയായിട്ടിരിക്കുന്നത്, ഞാൻ ഉറങ്ങുമ്പോൾ പോലും ആ ഉറക്കത്തിനും സാക്ഷിയായിട്ട് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത് ആ ചൈതന്യം, അതാണ് എന്നിലെ യഥാർത്ഥ ഞാൻ. അത് അൺലിമിറ്റഡായി, അതുകൊണ്ടാണ് അതിന് താൻ എന്ന് ബഹുമാനപൂർവം നമ്മൾ പറയുന്നത്. ഞാൻ ഈ ശരീരത്തിൽ മാത്രം ലിമിറ്റഡായി, എന്നിലെ താൻ അൺലിമിറ്റഡായി ഈ ശരീരത്തിൽ മാത്രമല്ല സർവ ശരീരങ്ങളിൽ കൂടിയും വ്യാപിച്ചിരിക്കുന്ന സർവാന്തര്യാമി സർവേശ്വര ചൈതന്യം. ഈശ്വരൻ എവിടെ? അത് തന്നെ. സ്വാമി കണ്ടിട്ടുണ്ടോ? ഞാൻ സദാ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ സദാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കണ്ണുണ്ടായിട്ട് നിങ്ങൾ കാണുന്നില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. യജുർവേദത്തിൽ വരാഹോപനിഷത്തിലെ ഒരു മന്ത്രം പറയാം. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ അജ്ഞാനചക്ഷുർ ന ഈക്ഷതേ ഭാസ്വന്തം ഭാനുമന്ധവത്. പ്രകാശിച്ചു നിൽക്കുന്ന സൂര്യനെ ഏതു പ്രകാരമാണോ അജ്ഞാനി അല്ല അന്ധൻ കാണാതിരിക്കുന്നത്, അതുപോലെ കണ്ണുണ്ടായിട്ടും കണ്ണ് തുറക്കാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണ് തുറക്കുന്നത് എങ്ങോട്ടാണ്? ഉള്ളിലോട്ട്. ജ്ഞാനനേത്രം തുറക്കണം. സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ. ഇപ്പോൾ ഇതുവരെ പറഞ്ഞ ആ ചൈതന്യം, ആ അൺലിമിറ്റഡായി എവിടെയായിരിക്കുന്നത്? സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന ആ സാക്ഷി ചൈതന്യം, അതാണ് സച്ചിദാനന്ദ സ്വരൂപം. സർവകം സച്ചിദാനന്ദ സ്വരൂപം ആരാ കാണുന്നത്? ജ്ഞാനചക്ഷുർ, ജ്ഞാനനേത്രം തുറന്നിട്ടുള്ളവർ. ജ്ഞാനനേത്രം എങ്ങനെയാണ് തുറക്കുന്നത്? ഇതുപോലെയുള്ള സത്സംഗങ്ങൾ കേട്ട് എന്നിലെ ഈ ലിമിറ്റഡായി ആയിട്ടുള്ള ഞാനല്ല, എന്നിലെ യഥാർത്ഥ ഞാനിനെയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ സ്വയം പ്രകാശിച്ച് എല്ലാ ശരീരങ്ങളിൽ കൂടിയും മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഭഗവത്ഗീതയിൽ പറയും, മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. എന്നിൽ നിന്ന് അന്യമായിട്ട് മറ്റൊന്നുമില്ല. ആ എന്നിൽ എന്ന് പറയുന്ന ഞാൻ എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നത് ഏതിനെ ഉദ്ദേശിച്ചാണ്? തന്നിലെ താൻ. ശ്രീകൃഷ്ണൻ തന്നിലെ താനായിട്ട് നിന്നുകൊണ്ടാണ് ഗീത ഉപദേശിക്കുന്നത്. ശ്രീകൃഷ്ണൻ തന്നിലെ താനായിട്ട് നിന്നുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിക്കുന്നത്. ശ്രീകൃഷ്ണൻ എവിടെയെല്ലാം ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം താൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. തന്നിലെ താൻ ഭാവത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഗീത ഉപദേശിക്കുന്നത്. അതുകൊണ്ടാണ് മത്തഃ പരതരം അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി, എന്നിലെന്ന് പറയുമ്പോൾ എന്നിലെ താനിൽ, ഞാനായിരിക്കുന്ന എന്നിലെ താനിൽ. ഞാനെന്ന് പറയുന്നത് എൻ്റെ പ്രതിബിംബം തന്നെയാണ്. യജുർവേദത്തിൽ ബ്രഹ്മബിന്ദു ഉപനിഷത്ത് എന്ന് പറയുന്ന ഒരു ഉപനിഷത്തുണ്ട്. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ജൈവ
ദൃശ്യതേ ജലചന്ദ്രവത്. ഏക ഏവ ഹി ഭൂതാത്മാ. നമ്മൾ ഇവിടെ ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞിരിക്കുന്ന മന്ത്രം അതാണ്. എന്താ? ഭൂതഭൗതിക ദേഹാനാം സ്ഫൂർത്തിത സ്വാത്മയോഗത. ഈ ഭൂതഭൗതിക ദേഹങ്ങൾക്കെല്ലാം, പഞ്ചഭൂതങ്ങൾക്കും പഞ്ചഭൂത നിർമ്മിതങ്ങളായിട്ടുള്ള സർവവസ്തുക്കൾക്കും ആ സത്യത, ഉണ്മ ഉള്ളതായിരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ആ ആത്മാവുമായിട്ടുള്ള ചേർച്ച കൊണ്ടാണ്. ആ ആത്മാവിനെ കുറിച്ചാണ് ഈ മന്ത്രത്തിൽ പറഞ്ഞത്. എന്താ? ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത. ഭൂതേ ഭൂതേ. ഹിന്ദുവിലും ക്രിസ്ത്യാനിയിലും മുസൽമാനിലും സർവചരാചരങ്ങളിൽ കൂടിയും കടന്നു പോകുന്ന, അതാണ് മത്തഹ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായുവ. സർവവും ഞാനാകുന്ന ആ സൂത്രത്താൽ കോർക്കപ്പെട്ടിരിക്കുന്നു. ഞാനാകുന്ന സൂത്രമെന്ന് പറഞ്ഞാൽ എന്നിലെ താൻ. എന്നിലെ താൻ എന്ന് പറയും. ഇത് നിങ്ങൾക്കും പറയാം. നിങ്ങൾ അതിലേക്ക് ഉണർന്നാൽ, നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് ഉണർന്നാൽ, നിങ്ങളുടെ ശ്രദ്ധ ഈ ഞാൻ ഭാവത്തിൽ നിന്ന് തന്നിലെ താൻ ഭാവത്തിലേക്ക് മാറിയാൽ അറിവിലൂടെയാണ് മാറേണ്ടത്. ഞാൻ വസന്തയാണ്, ഗോമതിയാണ്, നായരാണ് എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് ചുരുണ്ടുകൂടി ഇരുന്നാൽ ആധ്യാത്മികത കിട്ടുകയില്ല. പിന്നെ എങ്ങനെയാണ് കിട്ടുന്നത്? ആ ഭാവത്തിൽ ഞാനായിട്ടിരിക്കുമ്പോഴും നിങ്ങൾ തിരിച്ചറിയണം, ഈ ഞാൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രനെ പോലെ. പ്രതിബിംബ ചന്ദ്രൻ. ഇത് അസത്യം, ഇത് സത്യമല്ല. അതാണ് ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത. ഓരോ ഭൂതത്തിലും, ഭൂതമെന്ന് പറഞ്ഞാൽ ഭവിച്ചിട്ടുള്ളത്, ഉണ്ടായിട്ടുള്ളത്, ഓരോ ഭൂതത്തിലും ഏതൊന്നാണോ ഉള്ളതായിട്ടുള്ളത് അതാണ് എങ്കും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകമായിട്ടും പലതായിട്ടും. മുകളിലോട്ട് നോക്കിയാൽ ഏകനായ ചന്ദ്രൻ, താഴെയുള്ള കുളങ്ങളിലെല്ലാം നോക്കിയാൽ അനവധി ചന്ദ്രന്മാർ. എല്ലാ വീട്ടിലെയും കിണറ്റിനകത്ത് നോക്കിയാൽ ചന്ദ്രൻ, എല്ലാ വീട്ടിലെയും കുളത്തിനകത്തേക്ക് നോക്കിയാൽ ചന്ദ്രൻ, എവിടെ നോക്കിയാലും ചന്ദ്രൻ. മുകളിലോട്ട് നോക്കിയാൽ ഏകം. അതാണ് ഏകദാ ബഹുദാ. ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. എത്ര ലളിതമായ സംസ്കൃതമാണെങ്കിൽ പോലും എത്ര ലളിതമായ പ്രയോഗങ്ങളാണ്. ഇതേതാണ്? ബ്രഹ്മബിന്ദുപനിഷത്ത്. അതുപോലെ നാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു മന്ത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. എന്താ? ഏകം സത്യം, അല്ലേ? ഏകം സത്യം ന ദ്വിതീയം ഹ്യസത്യം ഭാതി സത്യവത്. ഏകം സത്യം. ഏകമായിട്ടുള്ള ആ പരമമായ സത്യം എവിടെ? നിങ്ങളുടെ ഉള്ളിൽ. ഇവിടെ ഒന്നും കാണാതെ പഠിക്കാനില്ല. എന്തെങ്കിലും കാണാതെ പഠിക്കാൻ പറയുന്നുണ്ടോ? ഇമ്പോസിഷൻ എഴുതാൻ പറയുന്നുണ്ടോ? അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരണം പറയുന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ സാക്ഷി ചൈതന്യം, അതിലേക്ക് ഉണരുക. ആ ഏകമായ സത്യം. ഏകം സത്യം ന ദ്വിതീയം. രണ്ടാമതായിട്ട് മറ്റൊന്നില്ല. അതാണ് അദ്വൈതാനുഭൂതി. രണ്ടാമതായിട്ട് മറ്റൊന്നില്ല. ഏകം സത്യം. എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും അവൻ്റെ ഉള്ളിലും പട്ടിയുടെ ഉള്ളിലും പൂച്ചയുടെ ഉള്ളിലും സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കൂടി കടന്നു പോകുന്ന ആ ഏകമായ സത്യം, അതാണ് എൻ്റെ ഉള്ളിലും ഇരിക്കുന്നത്. എങ്ങനെ? ആ ചൈതന്യം, ആ ബ്രഹ്മമാകുന്ന സൂത്രത്തിലാണ് ഈ പ്രപഞ്ചത്തിലെ സർവനാമരൂപാദികളും തൂങ്ങിക്കിടക്കുന്നത്. എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത് ആ ബ്രഹ്മമാകുന്ന സൂത്രത്തിലാണ്. അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്, മത്തഃ പരതരം ന അന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം. ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സർവവും എല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത്. ഭൂമിയും ചന്ദ്രനും ആകാശവും ചൊവ്വായും ശുക്രനും വ്യാഴവും എല്ലാ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം ഇതിലാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്. ആ ബ്രഹ്മമാകുന്ന സൂത്രത്തിലാണ് കോർക്കപ്പെട്ടിരിക്കുന്നത്.
സൂത്രേ മണിഗണായുവ. എന്തൊരു ഉദാഹരണം! ഏത് പ്രകാരമാണോ ഒരു മാലയിൽ അനവധി മുത്തുമണികൾ കോർക്കപ്പെട്ട് എല്ലാം ചിതറിപ്പോകാതെ അതിനെ ഒന്നിച്ച് ഒരു മാലയാക്കി നിർത്തുന്നത്, അതുപോലെ ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളെയും ഛിന്ന ഭിന്നമായി പോകാതെ കാത്തു സൂക്ഷിക്കുന്നത് ആ ബ്രഹ്മമാകുന്ന സൂത്രം. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികൾ അദ്വൈതാനുഭൂതിയിൽ പറയുന്നത് ഭൂതഭൗതിക ദേഹാനാം സ്ഫൂർത്തിത. സ്ഫൂർത്തിത എന്ന് പറഞ്ഞാൽ സത്യത, ഓരോന്നിൻ്റെയും ഉണ്മ, ഉള്ളതായിട്ടുള്ള അവസ്ഥ. സ്വാത്മയോഗത, അതതുകളിലിരിക്കുന്ന ആത്മചൈതന്യവുമായിട്ടുള്ള ചേർച്ച കൊണ്ടാണ്. അതുകൊണ്ട് ആത്മാനം വിനാത്മാനം കഥം തേഷാം സ്ഫൂർത്തിത കഥം തഥാ ക്വചിത്. വിനാത്മാനം, ആ ആത്മസാന്നിധ്യം കൂടാതെ എങ്ങനെയാണ് അതിൻ്റെ സത്യത ഉള്ളതായിത്തീരുന്നത്? വിനാത്മാനം, ആത്മാവിനെ കൂടാതെ അതിൻ്റെ സത്യത ഒരു സ്ഥലത്തും ഉണ്ടാവുകയില്ല. അപ്പോൾ വേണ്ടതായിട്ടുള്ള അറിവ് ആ ആത്മതത്വത്തെക്കുറിച്ചാണ്. അത് കാണാതെ ഉള്ളതല്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ ചൈതന്യം, ആ സാക്ഷി ചൈതന്യം, അതാണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിച്ച് സദാസമയവും ആ ഭാവം നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ മന്ത്രം ചൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. ശിവോഹം ശിവോഹം ശിവോഹം, ശിവം ശിവം ശിവം. മാലയിട്ട് പാമ്പിനെ ചുറ്റിക്കൊണ്ട് നടക്കുന്ന ശിവനെ അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ, ആ മംഗളസ്വരൂപം. ഏതൊരു ചൈതന്യം ഈ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോഴാണോ ഈ ശരീരം ശവമായിട്ട് മാറുന്നത്, ആ പിരിയുന്ന ചൈതന്യം ശിവം. ഹിന്ദുവിൻ്റെ ശരീരത്തിലും ക്രിസ്ത്യാനിയുടെ ശരീരത്തിലും മുസൽമാൻ്റെ ശരീരത്തിലും അത് ശിവം തന്നെയാണ്. ശിവം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം. അത് പിരിഞ്ഞാൽ ശവം. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസൽമാനായാലും ശവം. അതുകൊണ്ട് ജാതി മത ഭേദങ്ങളൊക്കെ മറന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന ആ സത്യവസ്തു എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ അതാണ് എന്ന് ഓരോരുത്തരും സ്വയം ഡിക്ലെയർ ചെയ്യണം. ഐ എം ദാറ്റ്. അതിനുള്ള ചങ്കൂറ്റം കാണിക്കണം. ഒന്നും കാണാതെ പഠിക്കാനില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഇതല്ല നിങ്ങൾ, ഇതിനകത്തിരിക്കുന്ന അതെങ്ങനെ അറിയുന്നത്? ഇല്ലേ, ജാഗ്രത അവസ്ഥയ്ക്ക് സാക്ഷി, സ്വപ്നാവസ്ഥയ്ക്ക് സാക്ഷി, സുഷുപ്തി അവസ്ഥയ്ക്ക് സാക്ഷി. അതിനെ എത്ര മനോഹരമായിട്ടാണ്, എത്ര ലളിതമായിട്ടാണ് ഈ വാക്കുകളിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഇല്ലേ, എന്താ, ഏക ഏവ ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത്. എത്ര ലളിതം! സംസ്കൃതമാണെങ്കിലും എത്ര ലളിതം! കേൾക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാകും. ഞാനിത് ഓർക്കുമ്പോൾ രവീന്ദ്രനാഥ ടാഗോറിനെ ഓർത്തു പോവുകയാണ്. രവീന്ദ്രനാഥ ടാഗോർ ഗീതാഞ്ജലി എഴുതി, അതിന് നോബൽ സമ്മാനമൊക്കെ കിട്ടുകയുണ്ടായി. നോബൽ സമ്മാനം കിട്ടുന്നതിനും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ആ ഗീതാഞ്ജലിയെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ഇംഗ്ലീഷ് ഭാഷ ആയതുകൊണ്ട് അദ്ദേഹം ആ ഭാഷ്യത്തെ C.F. ആൻഡ്രൂസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് തത്വജ്ഞനോട് കാണിച്ചു കൊടുത്തു. കാരണം എന്തായാലും ഇംഗ്ലീഷുകാരൻ എന്നുള്ള നിലയ്ക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത ഈ ഗീതാഞ്ജലി ഭാഷ്യം അദ്ദേഹത്തെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ടാഗോർ ആൻഡ്രൂസിൻ്റെ കയ്യിൽ കൊടുത്തു. ആൻഡ്രൂസ് അത് മുഴുവനും വായിച്ച് നോക്കിയിട്ട് 4 സ്ഥലത്ത് തിരുത്തൽ വരുത്തണം എന്നാവശ്യപ്പെട്ടു ടാഗോറിനോട്. അപ്പോൾ ടാഗോർ വിചാരിച്ചു, അദ്ദേഹം ഇംഗ്ലീഷ് അറിയുന്നയാളാണ്, ഇംഗ്ലീഷുകാരനാണ്, എൻ്റെ ഇംഗ്ലീഷ് അത്ര വരികില്ല, അതുകൊണ്ട് അതിൽ വ്യാകരണ പിശകുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്ക്. അതിനനുസരിച്ച് രവീന്ദ്രനാഥ ടാഗോർ ആൻഡ്രൂസിനെ അനുസരിച്ച്
ആ 4 സ്ഥലങ്ങളിലും അദ്ദേഹം മാറ്റം വരുത്തി. ആൻഡ്രൂസ് പറഞ്ഞതുപോലെ മാറ്റി എഴുതി. ഇതൊക്കെ നോബൽ സമ്മാനം കിട്ടുന്നതിന് മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം ഈ കൃതിയുമായിട്ട് രവീന്ദ്രനാഥ ടാഗോർ ലണ്ടനിൽ പോയി. അവിടെ ഒരു ചെറിയ സദസ്സിൻ്റെ ഒരു 10-20 പേരടങ്ങുന്ന ഒരു സദസ്സിനെ കവികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിച്ചു. പാടി അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ, തീർന്നു കഴിഞ്ഞപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഒരു കവി, ഇംഗ്ലീഷ് കവി, ഈറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഈറ്റ്സ്. അദ്ദേഹം പറഞ്ഞു, അതിമനോഹരമായിട്ടുണ്ട് ഈ തർജ്ജമ, പക്ഷേ 4 സ്ഥലത്ത് അതിൻ്റെ ഫ്ലോയ്ക്ക്, ഒഴുക്കിന് ഭംഗം വന്നിട്ടുണ്ട്. ആ കവി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അതിമനോഹരമായിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒഴുക്കിന് 4 സ്ഥലത്ത് ഭംഗം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങക്ക് അത് ചൂണ്ടിക്കാണിക്കാമോ? ആ 4 ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ആ 4 ഭാഗങ്ങളും ചൂണ്ടിക്കാണിച്ചപ്പോൾ ടാഗോർ എഴുതിയതിനെ തിരുത്താൻ ആവശ്യപ്പെട്ട് CF ആൻഡ്രൂസ് ചൂണ്ടിക്കാണിച്ച അതനുസരിച്ച് മാറ്റം വരുത്തിയ ആ 4 സ്ഥാനങ്ങൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, അവിടെ ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എഴുതിയ സ്ഥാനത്ത് മറ്റൊരാളിൻ്റെ നിർദ്ദേശമനുസരിച്ച് മാറ്റം വരുത്തിയതാണ്. അത് പാടില്ല. ഒഴുക്കിന്, ആ ഫ്ലോയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. അത് വ്യാകരണ പെശ ഉണ്ടെങ്കിലും അതുതന്നെയാണ് ഇവിടെ വേണ്ടത്. അതാണ് അതിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറഞ്ഞതിനനുസരിച്ച് ടാഗോർ പഴയ രീതിയിലേക്ക് വീണ്ടും മാറ്റി. അതാണ് ഭാഷ. ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് കവിത. അതുപോലെയാണ് ഈ ഉപനിഷത്ത് ഋഷികളെല്ലാം എഴുതിയിരിക്കുന്നത്. സംസ്കൃതമാണെങ്കിൽ പോലും എത്ര ലളിതമായിട്ടാണ് ഏക ഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകദാ ബഹുദാ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത് യഥാ നദ്യഃ സ്യന്തമാനാഃ സമുദ്രേ അസ്തം ഗച്ഛന്തി നാമരൂപേ വിഹായ തഥാ വിദ്വാൻ നാമരൂപാത് വിമുക്തഃ പരാത്പരം ഉപൈതി ദിവ്യം. മറ്റൊരു മന്ത്രം മുണ്ടകോപനിഷത്തിലുള്ളത്. യഥാ നദ്യഃ സ്യന്തമാനാഃ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന നദികൾ ഏതു പ്രകാരമാണോ തൻ്റെ നാമവും രൂപവും ഉപേക്ഷിച്ച് ആ നദി സമുദ്രത്തിനോട് ചേരുന്ന അവസരത്തിൽ, ഗംഗാ നദി സമുദ്രത്തിനോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഗംഗ എന്നുള്ള പേരില്ല. നാമവും രൂപവും ഉപേക്ഷിച്ചിട്ടാണ് ആ നദി സമുദ്രവുമായിട്ട് ചേർന്ന് സമുദ്രാകാരമായിട്ട് തീരുന്നത്. അതുപോലെ നിങ്ങളും ഓരോരുത്തരും അപ്പുക്കുട്ടനായിട്ടും ബഷീറായിട്ടും ഔസേപ്പായിട്ടും നാരായണിയായിട്ടും ഒക്കെ ഇരിക്കുന്ന നിങ്ങൾ ഈ നാമരൂപങ്ങളെ ഉപേക്ഷിച്ചിട്ട്, ഇതൊന്നുമല്ല, എങ്ങനെയാ ഉപേക്ഷിക്കേണ്ടത്? തിരിച്ചറിവിലൂടെ. ഇതല്ല ഞാൻ, ഈ നാരായണി അല്ല ഞാൻ. ഈ നാരായണി എന്ന് പറയുന്ന നിങ്ങൾക്ക് കമലാക്ഷി എന്ന് പേരിട്ടിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ നാരായണിയായിട്ടിരിക്കുമോ? ഓർത്തു നോക്കൂ. ഇപ്പം നാരായണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീ, അവർക്ക് നാരായണി എന്നുള്ള പേരിന് പകരം കമലാക്ഷി എന്നാണ് ഇട്ടിരുന്നെങ്കിൽ അവർ ഇപ്പോൾ കമലാക്ഷിയായിട്ടല്ലേ ഇരിക്കൂ. അപ്പോൾ ആ പേര്, നാരായണി എന്നുള്ള പേര് സത്യമേ അല്ല, അസത്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെയുള്ള ഈ നാമവും രൂപവും ഒക്കെ അസത്യമാണ്. ഉള്ളതായിട്ടുള്ളത് നാമരൂപരഹിതമായ ആ ചൈതന്യം. അതിനെ നിങ്ങൾ കാണാതെ കാണണം, സദാസമയവും കാണാതെ കാണണം. യെസ്, ഐ എം ദാറ്റ്. ഈ ഭാവം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിൽ സദാ നിലനിർത്തിക്കൊണ്ട് സഹ അഹം, അതാണ് ഞാൻ, അതായത് എന്നിലെ താൻ, സോഹം സോഹം സോഹം. എപ്പോഴും ആ മന്ത്രം ഉരുവിടുമ്പോൾ നിങ്ങൾ ആ ഭാവം മനസ്സിലാക്കണം. ഭാവം അത്യാവശ്യമാണ്. വെറുതെ ചോകം ചോകം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒന്നും കിട്ടത്തില്ല. സോഹം സോഹം എന്ന് നിങ്ങൾ പറയുന്ന അവസരത്തിൽ ഞാൻ അതാണ് എന്ന ഭാവം നിങ്ങളിൽ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കണം.
ശിവോഹം ശിവോഹം എന്ന് നിങ്ങൾ പറയുന്ന അവസരത്തിൽ, അതായത് തീർത്ഥേ ദാനേ ജപേ യജ്ഞേ കാഷ്ടേ പാഷാണകേ സദാ ശിവം പശ്യന്തി മൂഢാത്മാ. അമ്പലങ്ങളിലൊക്കെ ചെന്ന് നിന്ന് ആ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ ഇതാണ് ശിവൻ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആളുകളെ ഒക്കെ ഉപനിഷത്ത് ഋഷിമാർ മൂഢാത്മാക്കളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നതല്ല. സ്വാമി അവിടെ വന്നിരുന്ന് നിങ്ങളെ നോക്കി മൂഢാത്മാവ് എന്ന് പറഞ്ഞൊന്നും പറഞ്ഞു കളയരുത്. ഉപനിഷത്ത് ഋഷികൾ പറഞ്ഞിരിക്കുന്നതാണ്. ശിവേ ദേഹേ പ്രതിഷ്ഠിതേ. ആ ശിവൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും ദേഹത്തിൽ പ്രതിഷ്ഠിതമായിരിക്കും. ഒരു സെൻ ബുദ്ധിസ്റ്റ് ഒരു സെൻ ആശ്രമത്തിൽ രാത്രിയിൽ വന്നു. ഭയങ്കരമായ തണുപ്പ്, അതിഭയങ്കരമായ തണുപ്പ്. നിവൃത്തിയില്ല. വളരെ പ്രായമുള്ളയാൾ. അദ്ദേഹത്തെ ആശ്രമത്തിൽ കിടക്കാനായിട്ട് അനുവദിച്ചു. രാത്രിയിൽ അസഹനീയമായ തണുപ്പ് വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു ചെറിയ അഗ്നികുണ്ഡം അവിടെ കത്തുന്നുണ്ട്. നോക്കിയപ്പോൾ അവിടെ ചുറ്റുപാടും അതിമനോഹരങ്ങളായ വിഗ്രഹങ്ങളിരിക്കുന്നു. ബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ, അതിമനോഹരമായ വിഗ്രഹം. അദ്ദേഹം നോക്കിയപ്പം വിറകൊക്കെ എരിഞ്ഞു തീർന്നു. തണുപ്പ് സഹിക്കാനും മേല. ഇദ്ദേഹം പതുക്കെ അങ്ങോട്ട് ചെന്ന് ഒരു ബുദ്ധനെ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ആ തീയിലേക്ക് അങ്ങിട്ടു. തീയിലേക്കിട്ട് അത് പൊടിപൊടാ പൊട്ടി കത്താൻ തുടങ്ങിയപ്പോൾ ഈ ഒച്ച കേട്ട് അതിൻ്റെ നടത്തിപ്പുകാരൻ പുറത്തോട്ട് വന്ന് നോക്കിയപ്പോൾ കാണാം ഒരു ബുദ്ധൻ നിന്ന് കത്തുന്നു. ആരുടാന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഈ മഹാത്മാവിനെ പുറത്താക്കി. മേലിൽ ഇവിടെ കാണരുത്. തണുപ്പ് സഹിക്കാൻ മേല. ഒരെണ്ണം കൂടെ തന്നാൽ നമുക്ക് കുറച്ചുകൂടെ കത്തിക്കാം എന്ന് അയാൾ പറഞ്ഞപ്പോൾ അടിച്ച് പുറത്താക്കിയിട്ട് വാതിലുമടച്ചിട്ട് അദ്ദേഹം പോയി. രാവിലെ ഇയാൾക്ക് എന്ത് ചെയ്തു, ഇയാൾ പോയോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട് അവിടുത്തെ നടത്തിപ്പുകാരൻ, സൂക്ഷിപ്പുകാരൻ രാവിലെ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ നേരെ എതിർവശത്തുള്ള ഒരു മയിൽക്കുറ്റിയെ ബുദ്ധനായിട്ട് സങ്കല്പിച്ച് പൂജിക്കുന്നു. ബുദ്ധനായിട്ട് സങ്കല്പിച്ച് ആ മയിൽക്കുറ്റിയിൽ പൂക്കളൊക്കെ അർപ്പിച്ച് പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു ഭ്രാന്തനാണോ എന്ന് ചോദിച്ചു ഇയാൾ ചെന്ന്. ഞാനെങ്ങനെ ഭ്രാന്തനാകുന്നത്? നിങ്ങൾ ഒരു ശിലാവിഗ്രഹത്തെ ഒരു ബുദ്ധനായിട്ട് നിങ്ങൾ കൽപ്പന ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ മയിൽക്കുറ്റിയെ ബുദ്ധനായിട്ട് കൽപ്പന ചെയ്യുന്നു. വാട്ട് ഈസ് ദ ഡിഫറൻസ്? എന്ത് വ്യത്യാസം? അതുപോലെയാണ് ശങ്കരാചാര്യ സ്വാമികൾ നാരായണ ഗുരുദേവൻ ഇവിടെ പറയുന്നത്, ഏകം സത്യം ന ദ്വിതീയം ഹി അസത്യം ഭാതി സത്യവത്. അസത്യമാണ് സത്യമായിട്ട് കാണപ്പെടുന്നത്. എന്താ അസത്യം? ഗംഗാ നദിയെന്നും യമുനാ നദിയെന്നും കാണപ്പെടുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. നാരായണിയായിട്ടും കുട്ടപ്പനായിട്ടും ഈഴവനായിട്ടും നായരായിട്ടും ഒക്കെ കാണപ്പെടുന്നത് ആ ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മമാണ് ഞാൻ എന്നുള്ള ഭാവത്തിലേക്ക് നിങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഈഴവനുമില്ല, നായരുമില്ല, ബ്രാഹ്മണനുമില്ല, ക്ഷത്രിയനുമില്ല, വൈശ്യനുമില്ല, മുസ്ലിമുമില്ല, ക്രിസ്ത്യാനിയുമില്ല, ഹിന്ദുവുമില്ല, ഒന്നുമില്ല. അതൊക്കെ കൽപ്പനകൾ മാത്രം. സത്യമായിട്ടുള്ളത് നാമരൂപരഹിതമായ ആ ചൈതന്യം, അതിനെക്കുറിച്ചാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സ്വരൂപം. അതിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരും ഉണരേണ്ടത്. എപ്പോൾ? ഇപ്പോൾ. എന്തുകൊണ്ടാണ് ഇപ്പോൾ? അടുത്ത നിമിഷം ഇന്ന് രാത്രി കിടക്കുമ്പം വീടിന് തീ പിടിച്ചാൽ എന്തോ ചെയ്യും? ഇന്ന് രാത്രി അടപ്പ് തെറിച്ചാൽ എന്തോ ചെയ്യും? ഇന്ന് രാത്രി റോഡിലോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി ഇടിച്ചാൽ എന്തോ ചെയ്യും? കാരണം നിങ്ങളുടെ ഉള്ളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയം. കൃത്യമായിട്ടും അത് നടന്നിരിക്കും. ആരായാലും ശരി, എവിടെ ആയാലും ശരി, എത്ര മിടുക്കനായാലും ശരി, എത്ര വലിയ രാജാവായാലും ശരി, എത്ര വലിയ സ്വാമി ആയാലും ശരി, ആ കൃത്യമായിട്ടുള്ള സമയം, രേഖപ്പെടുത്തിയിട്ടുള്ള സമയം, ആ അലാറം അടിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൃത്യസമയത്ത് അലാം അടിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ജീവൻ പിരിഞ്ഞിരിക്കും.
അത് ഏത് നിമിഷമാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ കേൾക്കുന്ന അറിവ്, ഇതാണ് അറിവ്. ഈ അറിവിലേക്ക് നിങ്ങൾ ഉണരണം. അതാണ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഇന്നർ ഐ, ജ്ഞാനനേത്രത്തിൻ്റെ തുറക്കൽ. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അതിനെ ഓരോരുത്തരും കാണാതെ കാണണം. ഫാൻ കറങ്ങുമ്പോൾ വൈദ്യുതിയെ കാണാതെ അതിനകത്ത് വൈദ്യുതി ഉണ്ട് എന്നറിയുന്നത് പോലെ ആ അറിയലാണ് കാണൽ. കാണാതെ കാണൽ, വൈദ്യുതിയെ കാണാതെ കാണുന്നു. ഫാൻ കറങ്ങാൻ തുടങ്ങിയാൽ ഉടനെ കൊച്ചു കുട്ടികൾ വരെ പറയും, അമ്മ കറണ്ട് വന്നു. കണ്ടിട്ടാണോ പറയുന്നത്? കറണ്ട് വന്നു എന്നറിയുന്നു. ആ ഉപാധിയുടെ കറക്കത്തിലൂടെ അറിയുന്നു. അപ്പോൾ ആ അറിയലാണ് കാണൽ. അതാണ് ജ്ഞാനനേത്രത്തിൻ്റെ തുറക്കൽ. അതാണ് കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞത്, സർവകം സച്ചിദാത്മാനം ജ്ഞാനചക്ഷുർ നിരീക്ഷ്യതേ. ജ്ഞാനചക്ഷുർ, ആ ജ്ഞാനം, തൻ്റെ ഉള്ളിലെ ആ ചൈതന്യത്തെ കാണാതെ ആർക്ക് കാണാൻ കഴിയുന്നുവോ അവനാണ് ജ്ഞാനനേത്രം തുറന്നിട്ടുള്ളവൻ. നിങ്ങൾക്ക് ആർക്കുമാകാം, ഒരു തടസ്സവുമില്ല. സ്വാമി എനിക്ക് പറ്റുമോ, ഞാൻ വളരെ കഷ്ടപ്പെടുന്നയാളാണ്. അതൊക്കെ അതൊന്നും ഇവിടെ പറയണ്ട. അതൊക്കെ നീ ചെയ്തിട്ടുള്ള കർമ്മഫലം. അനുഭവി രാജാ അനുഭവി. അവരവർ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ ഫലമാണ് ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നീ എത്ര അവശനാണെങ്കിലും, നീ കുഷ്ഠരോഗിയാണെങ്കിൽ പോലും നീ ആത്മചൈതന്യത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ നീ പിന്നെ കുഷ്ഠരോഗിയല്ല. കുഷ്ഠരോഗം നിൻ്റെ ശരീരത്തിലാണ്. നാഹം ദേഹോ ജന്മ മൃത്യു കുതോമേ. ഞാൻ ശരീരമേ അല്ല, പിന്നെ ആരാ? ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി. ഈ ശരീരമല്ല നിങ്ങൾ, ശരീരത്തിനകത്തിരിക്കുന്ന ശരീരി. ഏതാ ശരീരി? ആത്മചൈതന്യം, ആ സാക്ഷി ചൈതന്യം. സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത സൻ അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപക സൻ യഃ തിഷ്ഠതി സ ആത്മാ. നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ടായിട്ടും നിങ്ങളതിനെ കാണുന്നില്ല. കാണണം. കാരണം ഏത് സമയത്തും വെടിതീരാം. അതിനു മുൻപ് ഈ അറിവിലേക്ക് നിങ്ങളെ ഉയർത്തി അതിൽ ഉറപ്പിക്കണം. ഉറപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടത്? നിരന്തര വിചാരം. ശ്രവണം തു ഗുരോഹപൂർവം മനനം തദനന്തരം നിധിധ്യാസനമിത്യേതത് പൂർണ്ണബോധസ്യ കാരണം. ശുകരഹസ്യോപനിഷത്ത്. ആദ്യം ശ്രവണം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രവണം. ആ കേട്ട കാര്യത്തെ സദാ ഭാവന ചെയ്യണം, സദാ വിചാരം ചെയ്യണം. എപ്പോഴും 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 ഈ വീട്ടിലെ കുശുമ്പും കുന്നായ്മയൊക്കെ പറയുന്നതൊക്കെ നിർത്തിയിട്ട് ഈ വിചാരം ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി എന്ത് നിങ്ങൾ നേടിയിട്ടുണ്ട്? നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് നേടിയിട്ടുണ്ട്? മരിക്കുന്ന സമയത്ത്, ഈ ശരീരം വിട്ടു പോകുന്ന സമയത്ത് നിങ്ങൾ വെറും ഭിക്ഷക്കാരനായിട്ടല്ലേ പോകുന്നത്? ഒന്നും നേടാതെയല്ലേ പോകുന്നത്? നിങ്ങൾ നേടിയിരിക്കുന്ന കോടാനുകോടി സ്വത്തൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. ഈ അറിവ് നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ അതുമാത്രമാണ് നിങ്ങൾക്കുണ്ടാകുന്ന ധനം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ കേൾക്കുന്ന കാര്യത്തെ നിസ്സാരമായിട്ട് ഗണിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ പോലും ഇത് കിട്ടുകയില്ല. കേനോപനിഷത്ത് പറയുന്നുണ്ട്, ശ്രവണായ ബഹുബിർ യോ നലഭ്യ. കേൾക്കാൻ പോലും കിട്ടുകയില്ല. എന്തോ പൂർവ്വജന്മ പുണ്യത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. അതിന് നിങ്ങൾ ഓരോരുത്തരും ആരോട് എന്തോന്ന് മഹേഷ് ടാറ്റ കൃഷ്ണൻ, അദ്ദേഹം ടാറ്റയാണ്, അതുകൊണ്ടിങ്ങനെ നടന്നിരിക്കുന്നു. എല്ലാവരും മനസ്സുണ്ടെങ്കിലല്ലേ ഇത് നടക്കൂ. ഇത് വെറുതെ നടക്കില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഒരുക്കണമെങ്കിൽ അതിന് ചീച്ചി ആവശ്യമാണ്. അതൊക്കെ ലോഭം കൂടാതെ അദ്ദേഹം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഈ അവസരമുണ്ടായിരിക്കുന്നു. ഇതിലൂടെ കിട്ടുന്ന അറിവ് നിങ്ങൾ ഓരോരുത്തരും മറന്നു പോകാതെ മഹത്തരമാണെന്ന് കരുതി നിങ്ങളിലേക്ക് സ്വാംശീകരിക്കണം. നിർത്താൻ പറ്റിയ സമയം. ആ അവസ്ഥ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.